Next problem, problem 5. Solve the equation x power 4 minus 2x cube minus 21x square plus 22x plus 40 is equal to 0 whose roots are in arithmetic progression. Okay, AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ arithmetic progression. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു. തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ എടുക്കേണ്ട റൂട്ട്സിൻ്റെ ഫോം എന്ന് പറയുന്നത് ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ ഫോം എടുക്കേണ്ടത്, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള ആ റൂട്ട്സിൻ്റെ ഫോം ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട്സ് സോൾവ് ചെയ്യാൻ പഠിച്ചല്ലോ എന്ന് കരുതി അതേമാതിരി ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എന്ന് കരുതരുത്, വ്യത്യാസം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പറയാം. ആദ്യം ഈ ഇക്വേഷൻ്റെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ നമുക്ക് 4 റൂട്ട്സ് വേണം. അതാണ് ഏറ്റവും ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞിട്ട് അതിന് എത്ര റൂട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. സോ 4 റൂട്ട് ഉണ്ട്. ആ റൂട്ട് എൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ റൂട്ട്സ് ഒക്കെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആ റൂട്ട് ഏതൊക്കെയാണെന്നാണ് എടുക്കേണ്ടത്. ആ റൂട്ട്സ് ആണ് ഇവിടെ പറയുന്നത്. a-3d, a-d, a+d, a+3d എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യത ഉണ്ടായിരിക്കും. നമ്മൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ പഠിച്ച സമയത്ത് a-d, a+d എന്നായിരുന്നല്ലോ നമ്മൾ റൂട്ട്സിൻ്റെ ഫോം എടുത്തത്. അപ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് d വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതെന്താ ഇങ്ങനെ വന്നത്, അതായത് അതായത് ഇങ്ങനെയുള്ള ഫോമിൽ എടുത്തുകൂടെ എന്നുള്ള ഒരു ഡൗട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രം. അല്ലാത്തവർ എന്താലോചിച്ചാൽ മതി, a-3d, a-d, a+d, a+3d എന്നുള്ള ഫോമിലാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റൂട്ട്സ് എടുക്കേണ്ടത് ഈ ഒരു ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇനി അല്ലാത്തവർ ഡൗട്ട് ഉള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് a-3d എന്ന് പറയുന്നത്, അതുമാതിരി തന്നെ a-d, a+d, അതേമാതിരി തന്നെ a+3d എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഫോമിൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻ്റെ എളുപ്പമായിട്ടാണ് കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 ടേംസ് a-b എന്ന് പറഞ്ഞ 2 ടേംസ് എടുക്കുകയാണെങ്കിൽ ഈ ടേംസിൻ്റെ ഇടയ്ക്ക് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കോമൺ ഡിഫറൻസ് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും വരാം അല്ലേ. ഇപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, എക്സെട്ര ഏതും ആവാം. അപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഫോം, ഈ റൂട്ട്സിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ 2d എന്ന് പറയുന്ന ഫോമുല എടുത്തിരിക്കുന്നത്. d ഒരു കോമൺ ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ ഒരു d എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു കോൺസ്റ്റന്റ്. d 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ. അപ്പം അതിന് പകരം നമ്മളിവിടെ ഡിക്ക് പകരം 2d എന്ന് എടുക്കുകയാണ്. ഈ 2d എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് നമ്പർ എന്നുള്ള ഉദ്ദേശമാണ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതേമാതിരി എന്തിനാണ് എടുത്തത് എന്ന് നോക്കാം. അതായത് a-3d, അതേമാതിരി a-d, a+d, അതേമാതിരി തന്നെ a+3d എന്ന് എന്തിനാ റൂട്ട്സ് എടുത്തതെന്ന് സംശയം ഉണ്ടാവും. അതായത് നമ്മൾ S1 കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ S1 എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ പറയുന്നത് സം ഓഫ് റൂട്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ടേംസ് കൂടി ആഡ് ചെയ്ത് ചെയ്യണതായിരുന്നു സം ഓഫ് റൂട്ട്സ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ -3d-യും +3d-യും -d-യും d-യും ഒക്കെ എന്തായിട്ട് പോകും, ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിൽ എടുക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി ബാക്കി പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ എന്തെടുത്തു, നമുക്ക് a-3d എന്ന് പറയുന്നത്, അതായത് റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെന്ന് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ മുന്നേ ചെയ്തിരുന്ന പ്രൊസീജിയർ തന്നെ ചെയ്യാം. ആദ്യം S1 എഴുതാം. S1 = എന്താണ്, ഒരു മൈനസ് കൊടുക്കണം. ദെൻ ഇവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് വരും, -2 / 1 എന്നല്ലേ. അപ്പം -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, +2. സോ S1 = നമുക്ക് +2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അതവിടെ എടുത്ത് വയ്ക്കാം. S1 = +2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് S1 = നമുക്ക് എന്താ ഓൾറെഡി അറിയാം, സം ഓഫ് റൂട്ട്സ് ആണ് അല്ലേ. ഇപ്പം സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് S1 = α + β + ഗാമ + ഡെൽറ്റ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം ഇവിടെ ആൽഫയും ബീറ്റയും ഗാമയ്ക്ക് എന്താണ്, ഈ ടേംസ് ആണ്. സോ S1 = a-3d plus S1 = a-3d plus a-d plus a+d plus
എ മൈനസ് എ പ്ലസ് 3d എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഈ -3dയും +3dയുടെയും ക്യാൻസലായിപ്പോയി, ഡിയും പ്ലസ് ഡിയും ക്യാൻസലായിപ്പോയി അല്ലേ. ഇനി നമുക്കിവിടെ ബാക്കി എന്താ ഉള്ളത്? എ ഉള്ളത്. ആ എസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? സം ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര എ ടൈംസ് ഉണ്ട്? 1 2 3 4 അല്ലേ. 4 ടൈംസ് നമുക്ക് എ ഉണ്ട്. സോ നമുക്ക് S1 നമുക്ക് എന്ത് ചെയ്യാം? 4 ടൈംസ് എ ആഡ് ചെയ്യുക പറഞ്ഞാൽ 4a എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഇതേ = 4a നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുവച്ചായിരുന്നു. എന്തായിരുന്നു നമുക്ക് S1 കിട്ടിയത്? 2 എന്ന് കിട്ടി അല്ലേ. ഇപ്പം നമുക്ക് കിട്ടിയത് S1 അതായത് 4a = 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്ന് എ കണ്ടുപിടിച്ചോടെ. a = 2/4. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 1/2 ആണെന്ന് കിട്ടി. എൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡീൻ്റെ വാല്യൂ കൂടിയും കട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻസ് അതായത് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മുടെ അടുത്തത് ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ S2 എന്ന് പറയുന്ന റിലേഷൻ ആകണം. അപ്പോൾ ആദ്യം നമ്മൾ S2 എന്താണെന്ന് എഴുതുക? S2 = അതായത് ഈ ടേമിൻ്റെ ഇവിടുത്തെ സെക്കൻഡ് ടേം x² പോകും. അതായത് ഫസ്റ്റ് ഇവിടെ നിങ്ങൾ എണ്ണി കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിയാൽ മതി. S1 ആകുമ്പോൾ ഇത് 2 3 4 ഇങ്ങനെ നോക്കി ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും? S2 = -21 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 1 അല്ലേ. അപ്പോൾ S2 = നമുക്ക് എന്ത് കിട്ടി? -21 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് S2 = -21 കിട്ടി. ഇനി അവിടെ വയ്ക്കാം. ഇനി നമുക്ക് റൂട്ട്സിൻ്റെ റിലേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്യാൻ എഴുതുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ a-3d ഇൻറ്റു എന്ത് എഴുതാണ്? a-d എന്ന് എഴുതാണ്. സോ അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ഇനി അടുത്തത് a-3d ഇൻറ്റു a+d ഇത് ചെയ്യാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഇനി സെയിം a-3d ഇൻറ്റു a+3d എന്ന് പറഞ്ഞ്. സോ അതാണ് ഇവിടുത്തെ ഈ ഒരു തേർഡ് ടേം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇനി അതായത് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ആ ഇതിനെ ബാക്കിയുള്ള ടേംസിനെയൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ സെക്കൻഡ് 1 ചൂസ് ചെയ്യുക. മുന്നോട്ടുള്ള ടേംസിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം മുന്നോട്ടുള്ള ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പറയാം a-d ഇൻറ്റു a+d. സോ ഇതാണ് അടുത്ത ടേം a-d ഇൻറ്റു a+d. ദെൻ ഈ ടേമിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് വന്നു? a-d ഇൻറ്റു a+3d. ഇതാണ് ഈ ഒരു ടേം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടേമിനെയും കൊണ്ട് നമ്മൾ കഴിഞ്ഞു. അപ്പം ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ടേം ചൂസ് ചെയ്യാം. അടുത്ത ടേം ഏതാ ചൂസ് ചെയ്തത്? a+d. a+dനെ തൊട്ട് മുന്നിലുള്ള ടേമിനെ നമുക്ക് എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? a+d ഇൻറ്റു a+3d എന്ന് വരും. സോ അതാണ് ഇത് a+d ഇൻറ്റു a+3d എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് S2ൻ്റെ റിലേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് S2 എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതൊക്കെ ബൈഹാർട്ട് ചെയ്യാതെ തന്നെ പഠിക്കാമെന്ന്. സോ ആ മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. കേൾക്കാത്തവർ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ S2 = എഴുതി അല്ലേ. ഇനി S2 = ഓൾറെഡി നമ്മൾ എന്താ എഴുതി വെച്ചിരുന്നു? -21. സോ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു -21 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യണം? ഇതൊക്കെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തെടുത്ത് വന്നിട്ട് എൻ്റെ ടേംസും ഡീൻ്റെ ടേംസും ഒക്കെ പാടെ ആഡ് ചെയ്യണം. സോ ഇതൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കേട്ടോ. എങ്ങനെ മൾട്ടിപ്ലൈ അറിയാത്തവർ നോക്കുക. ഈ ഒരു ടേം ഞാൻ എങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല, ഒരു ഐഡിയ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാത്തവർ മാത്രം ശ്രദ്ധിച്ചാൽ a ഇൻറ്റു a ദെൻ a ഇൻറ്റു -d ദെൻ -3d ഇൻറ്റു a ദെൻ -3d ഇൻറ്റു d. ഈ ഒരു ഫോമിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ സിമിലർലി ഇതും അതേമാതിരി എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെയും ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് a ഇൻറ്റു a ഇൻറ്റു 3d ദെൻ -3d ഇൻറ്റു a ഈ ഒരു ഫോം നമുക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ബെറ്റർ അവിടെ നമുക്ക് സമയം ലാഭിക്കലാണല്ലോ നമ്മുടെ എയിം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഏത് റിസൾട്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടത്? a-b ഇൻറ്റു a+b എന്ന് പറയുന്നത്. ആ ഫോമിലാണെങ്കിൽ നമുക്ക് അതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? a² - b² എന്ന് എഴുതാൻ പറ്റും. സോ ഇതിനെ നമുക്ക് എന്താ വരിക അല്ലേ? ഇത് a-b അതായത് a-b ഇൻറ്റു a+b എന്ന് പറയുന്ന ഫോമിലല്ലേ. സോ അതിന് ഡയറക്റ്റ്ലി നമുക്ക് അവിടെ a² - b² എന്ന് പറയാം. സോ അവിടെ a² - 3d². 3d² പറയുമ്പോൾ a² - 9d² എന്ന് വരും അല്ലേ. ഇനി അതേമാതിരി തന്നെ ഇവിടെയും ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? a-d ഇൻറ്റു a+d എന്നാണ്. സോ a+b ഇൻറ്റു a-. ഇതതിന് ചെയ്യുമ്പോൾ നമുക്ക് a² - d² എന്ന് വരും.
ദെൻ ബാക്കിയുള്ള ടേംസ് ഒക്കെ ഞാൻ പറഞ്ഞ ഈ ഒരു ഫസ്റ്റത്തെ ഫോമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടേമും ഈ ടേമും ഒക്കെ പാടെ ആഡ് ചെയ്യാം. അതിനുശേഷം എൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ച് എ അല്ല നമ്മളിത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എ സ്ക്വയറിൻ്റെ ടേംസ് ആവും വരിക. അപ്പം അങ്ങനെ എ സ്ക്വയറിൻ്റെ ടേംസ് നമ്മളെല്ലാം ഒരുമിച്ച് എഴുതുക, ഡി സ്ക്വയറിൻ്റെ ടേംസ് എല്ലാം അതുകൂടി ഒരുമിച്ച് എഴുതുക. പിന്നെ എ ഡിൻ്റെ ടേംസ് വരും, അതൊക്കെ പാടങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അതൊന്ന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 6a² മൈനസ് 10d² ഈസ് ഈക്വൽ ടു -21 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി നമ്മൾ a is equal to 1/2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 6 × 1/2 ഹോൾ സ്ക്വയർ മൈനസ് 10d² ഈസ് ഈക്വൽ ടു -21 എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? 6 × 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6/4 മൈനസ് 10d² ഈസ് ഈക്വൽ ടു -21 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ 6/4 നമുക്ക് 3/2 എന്ന് എഴുതാൻ പറ്റില്ല, അതാണ് 3/2. സോ നമ്മൾ ഇതിനെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ നമുക്ക് എന്ത് വരും? 10d² വിച്ച് ഈസ് ഈക്വൽ ടു 3/2 മൈനസ് 21 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് വരും? 10d² ഈസ് ഈക്വൽ ടു 3 മൈനസ് 42 ഡിവൈഡഡ് ബൈ 2 വരും. ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞ് പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 10നെ ഇങ്ങോട്ട് ഇത് ചെയ്ത് കിട്ടുന്നതിനും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ d² ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 9/4 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ d² ഇസ് ഈക്വൽ ടു 9/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d കിട്ടാൻ നമ്മൾ എന്താ കിട്ടുക? d is equal to √9/4. √9/4 പറഞ്ഞാൽ √9 ഡിവൈഡഡ് ബൈ √4. ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? +or-3/2 എന്ന് പറയാം. ഓക്കെ, ഇപ്പം നമുക്ക് d എന്ന് പറയുന്നത് +or-3/2 എന്ന് കിട്ടി അല്ലേ? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? a is equal to 1/2 എന്നും കിട്ടി, d is equal to +or-3/2 എന്ന് കിട്ടി. ഇനി നമ്മളോട് ഇതാണോ എയും ഡിയും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല, റൂട്ട്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയാ? a - 3d, a + d, a - d, a + d, a + 3d എന്ന് പറയണേ അല്ലേ? ഇനി വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് 1/2 മൈനസ് 3 × 3/2 എന്ന് പറയുമ്പോൾ +3/2 കേട്ടോ നമ്മൾ എടുക്കണത്. 3 × 3/2 എന്ന് വരുമ്പോൾ 9/2 എന്ന് വരും. അതേമാതിരി അടുത്ത ടേം എന്ന് പറയുന്നത് 1/2 മൈനസ് 3/2 ദെൻ 1/2 പ്ലസ് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ബാക്കി ഇതാണ് ഇങ്ങനെ വരും. ഓക്കെ, പിന്നെ ഇത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതിനെ ആഡ് ചെയ്യുമ്പോൾ -8/2 എന്ന് പറഞ്ഞാൽ -4 ദെൻ ഇതെന്ത് വരും? -2/2 ഈ ടേമാണ്. -2/2 പറയുമ്പോൾ -1. ഇത് എന്ന് പറയുന്നത് 4/2 എന്ന് പറയുമ്പോൾ 2 വന്നു. ദെൻ ഇത് എന്ന് പറയുന്നത് 10/2 എന്ന് വരും. 10/2 is equal to 5. അപ്പം നമ്മുടെ ആ 4 റൂട്ട്സ് നമുക്ക് ഏതൊക്കെ കിട്ടി? -1 4 -1 2 5 എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ a is equal to -3/2 എന്ന് കൊടുക്കുമ്പോൾ ഇതേ റൂട്ട്സ് തന്നെ റിവേഴ്സ് ഓർഡറിൽ വരും ഫസ്റ്റ്. മനസ്സിലായില്ലേ? സെയിം റൂട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ സെയിം റൂട്ട്സ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 4 റൂട്ട്. ഓക്കെ, ഇനി പ്രോബ്ലം ഓവറോൾ എന്താ ചെയ്തതെന്ന് നമ്മൾ പറയാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു 4th ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ റൂട്ട്സ് എടുത്തത് ഈ ഒരു ഫോമിൽ തന്നെയാണ്. നമ്മൾ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എടുത്തിരുന്നത് a - d, a, a + d എന്നായിരുന്നു. അതും ഇതുകൂടി കൺഫ്യൂഷൻ വരരുത്. 4th ഡിഗ്രി പോളിനോമിയലിന് വേറെയാണ്, 3rd ഡിഗ്രി പോളിനോമിയലിന് വേറെയാണ്. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് പഠിച്ചു എന്ന് വെച്ചിട്ട് മറ്റേനും അത് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പോകരുത്. ഇനി അത് വെച്ചിട്ട് നമ്മൾ S1ഉം S2 കൂടി കമ്പ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? S1ൽ നിന്ന് നമുക്ക് A കിട്ടും, S2 കൂടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് D കിട്ടും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള റൂട്ട്സ് കൂടി എഴുതാൻ പറ്റും. നമുക്ക് 4 റൂട്ട്സ് അവസാനം നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് 4 റൂട്ട് കിട്ടിയിട്ടില്ല എന്ന്. കാരണം നമുക്ക് 4th ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ 4 റൂട്ട്സ് വേണം. സോ അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ.